നമസ്കാരം. പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ജനസേവനമോ അതോ നിയമലംഘനമോ? ഇടപ്പള്ളി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനപ്രതിനിധി സ്ഥാപനങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രങ്ങൾ. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവേണ്ട ഇവയുടെ മുന്നിൽ തന്നെ ആരായാലും വിശ്വസിക്കാത്തൊരു കാഴ്ചയാണ് ഇന്ന് നാം ഇടപ്പള്ളിയിൽ കണ്ടത്. പി മരക്കാർ റോഡിൽ വനിതാ വിനിത തിയേറ്ററിനു സമീപം മിൽമ ഷോപ്പി എന്നറിയപ്പെടുന്ന ഒരു ചെറുകട. പുറമേ നോക്കുമ്പോൾ കുറച്ചു പാൽ ഉൽപ്പന്നങ്ങളും ബ്രെഡും മിഠായിയും കഞ്ഞിയും ചോറും മാത്രമുണ്ടായിരിക്കും. പക്ഷേ പുറമേ തന്നെ നോക്കിയാൽ തന്നെ സിഗരറ്റ് പാക്കറ്റുകളും ബീഡി പാക്കറ്റുകളും തട്ടിൽ കാണാം. അതോടെ സംശയം ഉറപ്പാകുന്നു. ഉള്ളിൽ നോക്കിയാൽ പാൻ പരാഗ്, ഹാൻസ്, സിഗരറ്റ്, മറ്റു ലഹരി വസ്തുക്കൾ. അതുപോലും മതിയാവാതെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ നിന്നും വെറും 100 മീറ്റർ അകലെയുള്ള ഈ കടയിൽ അനധികൃതമായി ആരോഗ്യത്തിന് അപകടകരമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു. ഈ കടയുടെ നേരെ മുൻവശത്താണ് നഗരസഭാ കൗൺസിലറുടെ ജനസേവന കേന്ദ്രം. അതായത് ഈ കാഴ്ച അവർക്കറിയാതെ സംഭവിക്കുന്നതാകാനിടയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചോദിക്കുന്നു, ഈ കട കൗൺസിലറിന്റെ അറിവില്ലാതെ പ്രവർത്തിക്കുന്നതാണോ, അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടോ പിന്തുണയോടോ ചേർന്നാണോ ഈ നിയമലംഘനം തുടരുന്നത്? ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നാലും അതിൽ സിഗരറ്റ്, പാൻ പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുമതിയില്ല. പോയിന്റ് മീഡിയ ലൈവ് TV തുറന്നു കാണിക്കുന്ന ഈ വിവാദം നാം തെളിയിക്കുന്നത് നഗരസഭയും രാഷ്ട്രീയ ശക്തികളും മൗനം പാലിക്കുന്ന ഒരു നിയമവിരുദ്ധ വ്യാപാരത്തിന്റെ ശൃംഖല തന്നെയാണ്. പോയിന്റ് മീഡിയ ലൈവ് TVക്ക് വേണ്ടി റിപ്പോർട്ടർ ചിത്ര.